പാറ്റകൾക്ക് ഫണ്ട് ചെയ്യുന്ന ജോർജ് സോറസ് ആരാണ്? ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP നടത്തുന്ന സമരം ഏതാണ്ട് ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. ഇവരുടെ സമരത്തിന്റെ ശക്തി ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരികയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ, കോൺഗ്രസിൻ്റെ നേതാക്കൾ എല്ലാവരും തന്നെ ഈ ഒരു മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട്, അതായത് CJPയുടെ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയതും ആ മാർച്ച് അക്രമാസക്തമായതും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ അറസ്റ്റിലായതുമെല്ലാം CPIഎമ്മും CJPയുടെ ഈ ഒരു സമരത്തെ പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ്. CPIയും പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ CJPയുടെ ഈ ഒരു സമരത്തെ പിന്തുണയ്ക്കുന്നു. SFI അടക്കമുള്ളവർ പിന്തുണയ്ക്കുന്നു. ഐസ പോലുള്ള സംഘടനകൾ ഇവരെ പിന്തുണയ്ക്കുന്നു. അങ്ങനെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വലിയ തോതിലെ പിന്തുണ CJPക്ക് ലഭിക്കുമ്പോൾ പ്രധാനമായും ഉയരുന്ന ചോദ്യം, എവിടെ നിന്നാണ് ഇവർക്ക് പണം കിട്ടുന്നത്? കാരണം കൃത്യമായ ഒരു ആസൂത്രണത്തിന്റെ എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളും നമുക്ക് അഭിജിത്ത് DK എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ സ്ഥാപക നേതാവ് നടത്തുന്ന നീക്കങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. എല്ലാം ഒരു കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ചാണ് നടക്കുന്നത്. എല്ലാം ഒരു കണക്ക് കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ നീക്കവും അവർ നടത്തുന്നത് എന്ന് നമുക്കറിയാം. അഭിജിത്തിനെ നമുക്കറിയാമല്ലോ, അദ്ദേഹം അമേരിക്കയിലായിരുന്നു. അവിടെ നിന്നാണ് ഈ ഒരു പാർട്ടിയെ അദ്ദേഹം രൂപീകരിക്കുന്നത്. പിന്നീട് അമേരിക്കയിൽ നിന്ന് പറന്നിറങ്ങി വന്നാണ് ഇത്തരം ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് അദ്ദേഹം ഇന്ത്യയെ കൊണ്ടുചെന്ന് തള്ളുന്നത്. ഇതിന്റെ പിന്നിൽ എന്താണ് സാമ്പത്തികമായിട്ടുള്ള ഫണ്ടിങ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ആ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് സമര പോരാളികൾക്ക് ദിവസവും ബിരിയാണി വരുന്നു, ബർഗർ വരുന്നു, മിനറൽ വാട്ടർ വരുന്നു. ഇങ്ങനെ ഒരു മാസത്തിലധികം ഇവരെ തീറ്റിപ്പോറ്റാനും ഇവരെ സംഘടിപ്പിച്ച് നിർത്താനും കൂടുതൽ ആളുകളെ അവിടേക്ക് വരുത്താനും പണം വേണമല്ലോ. ആ പണം ആരാണ് നൽകുന്നത്? അഭിജിത്ത് DKയുടെ ബാങ്ക് ബാലൻസ് പരിശോധിച്ചാൽ അദ്ദേഹം ശതകോടീശ്വരനൊന്നുമല്ല. ഈ പറയുന്ന പാറ്റ പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളുടെ ബാങ്ക് ബാലൻസ് ഒക്കെ പരിശോധിച്ചാൽ അവിടെയൊക്കെ വളരെ ദയനീയമാണ്. പക്ഷേ അവർക്ക് രൂപയുടെ ഫണ്ട് വരുന്നുവെന്നാണ് BJP അടക്കമുള്ള പാർട്ടികൾ ഉന്നയിക്കുന്നത്. പ്രധാനമായും BJP വർഷങ്ങളായി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം ഇന്ത്യ വിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക്, ഇന്ത്യയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ വരുന്നു. അതിന്റെ സ്രോതസ് എന്ന് പറയുന്നത് ഹംഗേറിയൻ സ്വദേശിയായിട്ടുള്ള ജോർജ് സോറസ് ആണ്. ഇനി ആരാണ് ഈ ജോർജ് സോറസ് എന്ന് നമുക്ക് പരിശോധിക്കാം. 1930 ഓഗസ്റ്റ് 12 ഹംഗറിയിൽ ജനിച്ച ഒരു ജൂതനാണ് ഈ പറയുന്ന ജോർജ് സോറസ് എന്ന് പറയുന്ന ശതകോടീശ്വരൻ. അമേരിക്കയിലെ എന്ന് മാത്രമല്ല, ലോകത്തിലെ 30 കോടീശ്വരന്മാരുടെ പട്ടികയിൽപ്പെടുന്ന ആളാണ് ജോർജ് സോറസ്. ഇയാൾക്ക് എന്താണ് ഇന്ത്യയോട് വിരോധമെന്ന് നമുക്ക് തോന്നാം. ഇന്ത്യയോട് മാത്രമല്ല, ഇയാൾക്ക് വിരോധമുള്ളത് ചൈനയോടുണ്ട്, അമേരിക്കയോടുണ്ട്. ഇന്ത്യയിലെ മോദി സർക്കാർ അട്ടിമറിക്കപ്പെടണമെന്ന് ഇയാൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഷീ ജിങ് പിങ് അട്ടിമറിക്കപ്പെടണമെന്ന് ഇയാൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഒരു കാരണവശാലും അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ പാടില്ല എന്ന് ഇയാൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ 3 രാജ്യങ്ങളാണ് അയാളുടെ മുന്നിലെ ശത്രു രാഷ്ട്രങ്ങൾ. ഇനി ഇയാൾ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇയാൾക്ക് സ്വന്തമായിട്ട് ഒരു NGO ഉണ്ട്, ഓപ്പൺ സൊസൈറ്റി ഫോറം എന്നാണ് ഇയാളുടെ ആ സംഘടനയുടെ പേര്. ഓപ്പൺ സൊസൈറ്റി ഫോറം വഴി ഇയാൾ ഈ പറയുന്ന 3 രാജ്യങ്ങളിൽ, ചൈനയിലേക്കും ഇന്ത്യയിലേക്കും അമേരിക്കയിലേക്കും രഹസ്യമായി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഒഴുക്കിയിട്ടുണ്ട് എന്ന് കൃത്യമായി തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്ക് ഏതാണ്ട് 70,000 കോടി രൂപയുടെ ആസ്തിയാണുള്ളത്. അതിലെ ബഹുഭൂരിപക്ഷവും ഇയാൾ പറയുന്നത് ജനാധിപത്യത്തിനു വേണ്ടി പോരടിക്കുന്ന പോരാളികൾക്ക് നൽകുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ അഭിജിത്ത് DKയുടെ പാറ്റ പാർട്ടിക്ക് ജോർജ് സോറസ് കോടിക്കണക്കിന് രൂപ ഒഴുക്കുന്നുണ്ട് എന്നാണ് BJPയുടെ ആരോപണം. ഇയാൾ നിരവധി പ്രസ്ഥാനങ്ങളെ തകർത്ത ആളാണ്. സാമ്പത്തികമായി ഫണ്ട് ചെയ്തുകൊണ്ട് കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയ ആളാണ് ജോർജ് സോറസ്. അതേപോലെ തന്നെ 1992 ബ്രിട്ടനിലെ ഏറ്റവും വലിയ ബാങ്കുകളായ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ
തകർത്ത് തരിപ്പണമാക്കിയ ആളാണ് ജോർജ് ബോറസ്. അയാൾക്ക് കൃത്യമായിട്ടുള്ള സാമ്പത്തിക അട്ടിമറി അറിയാം. അയാൾക്ക് കൃത്യമായി ഫണ്ട് ചെയ്യേണ്ടത് ആരെയൊക്കെയാണെന്നറിയാം. ആ ഫണ്ട് ചെയ്താൽ എന്താണ് അതിൻ്റെ പ്രത്യാഘാതമെന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് ഇയാൾ ഫണ്ട് ചെയ്യുന്നുണ്ട്, അമേരിക്കൻ വിരുദ്ധ ഏജൻസികൾക്ക് അയാൾ ഫണ്ട് ചെയ്യുന്നുണ്ട്, ചൈനയ്ക്ക് എതിരായി അയാൾ ഫണ്ട് ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇന്ത്യയിലേക്ക് വരാം. ഇയാൾ ഇന്ത്യയിൽ എവിടെയൊക്കെ ഫണ്ട് ചെയ്തിട്ടുണ്ട്? 2025 ബംഗളൂരുവിലെ ഏതാനും സ്ഥാപനങ്ങളിൽ, ഇയാളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ED റെയ്ഡ് നടത്തി കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്തു. ഫെമ നിയമം ലംഘിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ ഇയാളുടെ ഫണ്ട് സ്വീകരിച്ചത് എന്ന് ഇന്ത്യ ടുഡേ അന്ന് റിപ്പോർട്ട് ചെയ്തു. അതായത് ജോർജ് ബോറസിന്റെ ഫണ്ട് ഒഴുകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. അവിടെ NGO എന്ന് പറയുന്ന നിരവധി പ്രസ്ഥാനങ്ങൾ വ്യാജേന പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം പിന്നിൽ ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന ആത്യന്തിക ലക്ഷ്യമാണ്. അവർ പല പേരിൽ വരും, പല സ്വഭാവത്തിൽ വരും. പക്ഷേ അവരെയൊക്കെ ഫണ്ട് ചെയ്യുന്നത്, അവരുടെയൊക്കെ പണത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് ജോർജ് ബോറസ് ആണെന്ന് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നു. തീർന്നില്ല. ഇന്ത്യയിലെ മറ്റ് 2 പ്രധാനപ്പെട്ട സംഘടനകളാണ്. ഒന്ന് റൂട്ട് ബ്രിഡ്ജ് സർവീസ് എന്ന് പറയുന്ന ഒരു സംഘടന, 2 റൂട്ട് ബ്രിഡ്ജ് അക്കാദമി എന്ന് പറയുന്ന ഒരു NGO. ഇത് 2 NGOകളാണ്. ഈ NGOകൾക്ക് പണം നൽകുന്നത് ജോർജ് സോറസ് ആണെന്ന് ഇന്ത്യ സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹിന്ദുവിൽ അതുമായി ബന്ധപ്പെട്ട വാർത്ത കൃത്യമായി പ്രസിദ്ധീകരിച്ചു. അതിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ. എന്താണ് റൂട്ട് ബ്രിഡ്ജ് സർവീസ്, എന്താണ് റൂട്ട് ബ്രിഡ്ജ് അക്കാദമി, അവർ നടത്തുന്ന ഇന്ത്യ വിരുദ്ധ പോരാട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യക്കെതിരായി എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഫണ്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള കൂലങ്കക്ഷമായി ആലോചിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന 2 NGO പ്രസ്ഥാനങ്ങളാണ് റൂട്ട് ബ്രിഡ്ജ് സർവീസും റൂട്ട് ബ്രിഡ്ജ് അക്കാദമിയും. അവരെയും ഇന്ത്യ സർക്കാർ പൂട്ടി. ഈ അവിടെ കൊണ്ടും തീർന്നില്ല. മറിച്ച് നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാനായി നിരവധി ഗ്രൂപ്പുകൾ വിദേശത്തടക്കം പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഖലിസ്ഥാൻവാദികളടക്കമുള്ളവർ, അവരെല്ലാം തന്നെ BJP സർക്കാരിനെ, പ്രത്യേകിച്ചും നരേന്ദ്രമോദി സർക്കാരിനെ ഏത് വിധേനയെങ്കിലും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരാണ്. അവർക്ക് ഫണ്ട് ചെയ്യുന്നത് ജോർജ് ബോറസ് ആണെന്ന് കൃത്യമായി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അതായത് മോദിക്കെതിരായി, നരേന്ദ്രമോദിക്കെതിരായി, BJP സർക്കാരിന് എതിരായി വിദേശത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും ജോർജ് സോറസ് ഫണ്ട് നൽകുന്നുണ്ട് എന്ന് ഇന്ത്യ കണ്ടെത്തി. അതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ അഭിജിത് ദീപ്കെ അമേരിക്കയിലായിരുന്നല്ലോ. അഭിജിത് ദീപ്കെ വഴി ഇയാൾക്ക് വലിയ തോതിൽ ഫണ്ട് ഇറക്കാൻ കഴിഞ്ഞു എന്നാണ് BJP ഇപ്പോൾ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നിൽ ഇയാളാണ് എന്നുള്ള കൃത്യമായ സൂചനകളാണ് BJP പുറത്തുവിടുന്നത്. മാത്രമല്ല അദാനി ഗ്രൂപ്പിനെ തകർക്കാനുള്ള നിരവധി സാമ്പത്തിക അട്ടിമറികൾ നടത്തിയ ഒരാളാണ് ഈ പറയുന്ന ജോർജ് സോറസ്. ഇന്ത്യയിൽ മോദി ഭരണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇയാളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ചൈനയിൽ ഷീ ജിൻപിങ് സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഇയാളുടെ പ്രഖ്യാപിത അജണ്ട. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഇയാളുടെ പ്രധാന അജണ്ട. അങ്ങനെ ഈ 3 രാജ്യങ്ങളെ ജോർജ് ബോറസ് തൻ്റെ ശത്രു പട്ടികയിൽ നിർത്തിയിരിക്കുന്നു. അവിടെ എന്തെല്ലാം തരത്തിലുള്ള എതിർ അഭിപ്രായമുണ്ടോ അവരിലേക്ക് ഫണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇയാളുടെ രീതി. അങ്ങനെ അഭിജിത് ദീപ്കയുടെ പാറ്റ പാർട്ടികൾക്ക് ഇയാൾ എത്ര കോടി രൂപ നൽകി എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ ഇന്റലിജൻസ് ബ്യൂറോയും അതുപോലെ അന്വേഷണ ഏജൻസികളും നടത്തിയാൽ കണ്ടെത്തുമെന്നാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ പാറ്റ സമരം എന്ന് പറയുന്നത് ജോർജ് സോറസ് സ്പോൺസർ ചെയ്ത ഇന്ത്യ വിരുദ്ധ സമരമാണ്. ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക, ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇയാൾ ഫണ്ട് ചെയ്ത സമരമാണ് ഈ അഭിജിത് ദീപ്കെ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അത്തരത്തിലാണ് BJP കേന്ദ്രങ്ങൾ പ്രതികരിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ കൂടുന്ന ജന്തർ മന്ദറിൽ അഭിജിത് ദീപ്കയുടെ പിന്നിൽ അണിനിരക്കുന്ന ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഒരു ദിവസം ബിരിയാണി, ഒരു ദിവസം ബർഗർ, കുടിക്കാനുള്ള വെള്ളം, അങ്ങനെ സകല ഭക്ഷണ സാധനങ്ങളും അവിടെ എത്തിച്ചു കൊടുക്കുന്നു. അവിടെ ദീർഘനാളായി സമരം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്നു. ഇതിനൊക്കെ ലക്ഷക്കണക്കിന് കോടി രൂപ ആവശ്യമുണ്ട്. വെറും 4-5 കോടി രൂപ കൊണ്ട് കാര്യമില്ല. ലക്ഷക്കണക്കിന് കോടി രൂപ കൊണ്ട് മാത്രമേ ഇത്രയും നീണ്ട നാൾ നീണ്ടു നിൽക്കുന്ന ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതിന് പിന്നിലെ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത്, അഭിജിത് ദീപ്കയ്ക്ക് സാമ്പത്തികമായി ഫണ്ട് ചെയ്യുന്നത് ഈ പറയുന്ന ജോർജ് ബോറസ് എന്ന് പറയുന്ന ശതകോടീശ്വരനാണ് എന്നാണ് BJP വൃത്തങ്ങൾ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.